ഇന്നത്തെ നമ്മുടെ വീഡിയോ റേഷനറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 10 മിനിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കിട്ടുന്ന ചോറാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു 4-5 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള സവാളയാണ്. ഞാൻ 2 വലിയ സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൊണ്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട 2 വലിയ തക്കാളിയാണ്. ഞാൻ 2 വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി വേവുന്നവരെന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. അതിന് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അടുത്തായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലോട്ട് ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനായിട്ട് ഇവിടെ 6 കപ്പ് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. റേഷൻ അരി ആണ് കേട്ടോ ഈ അളവിൽ. ഇവിടെ എത്രയാണ് അരി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടി പോകരുതിട്ട് വെള്ളത്തിൻ്റെ അളവൊന്ന്. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതും തിളച്ച് വരുന്ന സമയം കൂടെ ഇതിലോട്ട് അരിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 3 വിസിലൊന്ന് വന്ന ശേഷം അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോഷതൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റേഷൻ വെച്ചിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ അടിപൊളി ചോറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക. ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.